അടുത്തൊരു കിടിലം കോമഡിയുമായിട്ട് ഒരു ടീം വരാൻ പോവുകയാണ്. ആടത് പണി പണി ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തു. ഒരു ട്രാജഡിയുമായി ഒരു ചാക്കുമായിട്ട് ഒരാൾ പറയുകയാണ്. എന്താടാ ചാക്കില്? ചാക്കിലെന്തേര്? ചാക്കില് പൊതിച്ചോറന്ത് തിരിച്ചു കൊടുക്കും. അദ്ദേഹത്തെ വഷളാക്കി വിടും. രാവിലെ 2 ദോശ കഴിച്ചായിരുന്നു. കൈസേ ഹോ എന്ന് പറഞ്ഞ സുഖം തന്നെ ഹിന്ദി ചോദിച്ചാണ്. അതായിരുന്നു ഞാൻ തന്നെ ചേച്ചിയുടെ അടുത്തോട്ട് മോൻ കൊടുക്കാത്തത്. ഒരു ചിരി കേട്ട ചിരിച്ചതാണ്. അല്ല ആഗമനോദ്ദേശം എന്താണ്? ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? ഇവിടെ അപ്പുറത്ത് ഫ്ലോറിൽ MG ഉണ്ട്. MG നന്നായിട്ട് പാടും. അതാരും MG ശ്രീകുമാർ അറിഞ്ഞൂടെ? ഓ തമാശ അടിച്ചതാണോ? അല്ല പാട്ട് പാടാൻ അറിയാൻ അറിഞ്ഞു വെച്ച് യേശുദാസ്, ചിത്ര ചേച്ചി ഒരുപാട്. ഞാൻ അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചത് ഇവിടെ ആരൊക്കെ പാട്ട് പാടാൻ അറിയാം? ആർക്കറിയാം? ഞാൻ പാടാ വേണി. ഒരു പാട്ട് പാടും. അമ്മയുടെ ജിമിക്ക് കമ്മൽ എന്റെ അച്ഛൻ പാട്ട് പറയണ പാട്ട് അമ്മയുടെ അത് പറയണ. നീ അത് എങ്ങനെയാണോ എടുക്കുന്നത്? അത് അവളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. നമ്മളിതിലില്ല. അല്ല ഒന്നുകൂടെ പാടാൻ വേണ്ടി പ്രശ്നമാണ്. നമ്മളതിലില്ല. അപ്പൊ അതങ്ങ് വിട്ടേക്ക്. ആ കേസൊക്കെ വിട്. കുട്ടിയൊക്കെ നന്നായിട്ട് പാടുമെന്ന് തോന്നുന്നു. ഇല്ലല്ലേ? അത് നമ്മൾ പാടുപെടും. അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പെട്ടെന്ന് പറ. ഞാനെന്ന് പറഞ്ഞാൽ എന്റെ മാമനെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു മരുമോനെ കൊണ്ട് ഫ്ലോറിൽ സഹിക്കാൻ വയ്യ. ഈ കുടുംബക്കാരനെ കൊണ്ട് ഇറങ്ങണം. അതെന്തരടേ? പിന്നല്ലാതെ എന്റെ മാമൻ എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. എന്റെ മാമ തൃശ്ശൂരിൽ നിന്ന് എന്റെ മാമനെ കൊണ്ടാണ് ഞാൻ വന്നത്. എവിടെ നിന്ന് വന്നാലും നിന്റെ അല്ലല്ലേ? തിരുവനന്തപുരം കല്ലറ കിടക്കുന്ന ഇയാൾക്ക് തൃശ്ശൂരിന്ന് മാമന. അല്ല അവിടെ നിന്ന് താമസം മാറിപ്പോയി. അപ്പച്ചിയായിട്ട് അങ്ങ് പോയി. മാമന്റെ ഉദ്ദേശം മാമന്റെ പേരെന്ന് പറഞ്ഞാൽ വിൽസൺ മാമൻ. ഒരുപാട് അല്ല ഒരു സെക്കൻഡ്. തൃശ്ശൂരുള്ള മാമൻ പേര് വിൽസൺ. വിൽസൺ എവിടെ ഇടയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയി പാട്ടുപാടി വൈറലായ നമ്മളെ കുടുംബക്കാരൊക്കെ ഒരുപാട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിവുള്ള വിൽസണിന്റെ ഫാമിലിയിലാണ് ഈ കിഴങ്ങ് വന്ന് ജനിച്ചത്. ഓട്ടറാ എല്ലാം ഒരെണ്ണം പാടിപ്പോയി. അത്രേ ഉള്ളൂ. മാമ ഈ ചാക്കിനകത്ത് കയറത്തിന്റെ ഓട്ടോയിൽ ഇരുത്തിയേക്കാണ്. വിളിച്ചോണ്ട് വാ. വിളിച്ചിട്ട് ചാക്ക് നോക്കിക്കൊണ്ടേ അത് ലോക്കറിൽ കൊണ്ടുപോയി മുന്നി പോട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ചാക്ക് ചന്ദ്രൻ ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നത്. കഴിവുള്ള ഒരു വ്യക്തിയെ കൊണ്ടുപോയി. ചേച്ചി മനസ്സിലായ? ഇടയ്ക്ക് വയറിലായ പഞ്ചായത്ത് ഓഫീസിൽ പാട്ട് പാടിയ. അപ്പൊ ആ പാട്ട് നമുക്ക് ആദ്യം ഒന്ന് കണ്ടാലോ? എന്റെ മാമനെന്നും കൂടെ പറ. എന്റെ മാം ആ ഒരു ഒറ്റ കുറവേളം നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് സമതൻ സുന്ദരശീല്. പൂവണിക്കാടിനു ചാരെ പുണ്യാഹക്കടവ് പുലരും സമതൻ സുന്ദരശീല്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലേ ആത്മാവല്ലയോ കോവിലേ. എന്തിനാണ് സത്യം പറഞ്ഞ ആ പഞ്ചായത്ത് ഓഫീസിൽ പോയത്? ഒരു 50 രൂപ മേടിക്കാൻ പോയതാ. എന്തിനായിരുന്നു 50 രൂപ? കള്ളു കുടിക്കാൻ വേണ്ടിട്ട്. സത്യം. നമ്മള് ലഹരിക്കെതിരെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു. ആ സമയത്താണ് പഞ്ചായത്ത് ഓഫീസ് 50 രൂപ ചോദിച്ചാ. 50 രൂപ ചോദിക്കാൻ പോയതാണ്. അപ്പൊ അവിടെയുള്ള മെമ്പർമാര് പറഞ്ഞു ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ അത് പാടി കഴിഞ്ഞ അപ്പൊ അവര് 50 രൂപയും തന്നു. 50-ന് എന്ത് കിട്ടും? 50 രൂപയ്ക്ക് ഒരു ഗ്ലാസ് കള്ള് കിട്ടും. ഡൗട്ട് ക്ലിയർ ആയില്ലേ? എന്തായാലും ചേട്ടന്റെ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. അതാണ് ചേട്ടാ ഒരു കലാകാരൻ ആയതുകൊണ്ടല്ലേ ആ വീഡിയോ വൈറലായത്. അല്ല ഇതേ ഒരു കാര്യം എന്താ പറയാ, നമ്മൾ ഇപ്പോഴത്തെ കാലത്തിൽ സോഷ്യൽ മീഡിയ നമുക്ക് കുറെ മോശം കാര്യങ്ങൾ ചെയ്യുന്നു പറയും. പക്ഷെ ഇതുപോലുള്ള കുറെ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കിട്ടുന്നു. ഈ ചേട്ടൻ ഇത്രയും പാടും. ചിലപ്പോ ആ നാട്ടിൽ മാത്രം അറിഞ്ഞൊരു കാര്യമാണ് ചേട്ടൻ പാടുമെന്നുള്ളത്. അല്ലെങ്കിൽ കള്ളി ഷാപ്പിൽ ചിലപ്പോൾ പാടുമായിരിക്കും. അത് ഇന്ന് ലോകം മൊത്തം അറിഞ്ഞു. MG ശ്രീകുമാർ സാർ ഈ പാട്ടിന്റെ താഴെ വന്ന് കമന്റ് ഇട്ടു, ഷെയർ ചെയ്തു. എന്നിട്ട് എല്ലാരും വന്ന് പറഞ്ഞ പാട്ട് കുറെ പേര് കേട്ടപ്പോ എല്ലാരും എന്തുവെന്ന് പറഞ്ഞു? എല്ലാവർക്കും വളരെ സന്തോഷമായി. അവര് പറഞ്ഞു ഇനിയിപ്പോ കള്ളുകൂടിയൊക്കെ നിർത്തി. അതായത് ഇന്ന് കോയിൻസിഡൻസ് പോലെ നമ്മുടെ ഇന്നത്തെ സർപ്രൈസ് ടീം വന്നിരിക്കുന്ന ലഹരിക്കെതിരെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് വൈറലായ ടീമുകളാണ്. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ 50 രൂപയ്ക്ക് വേണ്ടി പോയതാണ്. ഇനി നമ്മൾ കള്ളു കുടിക്കില്ല. ഇനി 10 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ പോയി കിടക്കാൻ പോവാ. നല്ല കഴിവുള്ള ഒരു കലാകാരനാണ് കേട്ടാ. തീർച്ചയായിട്ടും പാടി തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കും ഉറപ്പായിട്ടും. പാട്ട് നമുക്ക് കേൾക്കാം. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ
എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യ സത്യദയാനിധിയേ, ഇനി കൽപ്പാന്തമിഴിതൾ തുറന്നിടണേ. ഇരുമുടി നിറയുമേ ദുരിതം മൊഴിയണേ, ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ, ജന്മ ശനി നീക്കി ശരിയേകിടേണമേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കടവ്, പുലരും സമതതൻ സുന്ദരശീല്. സ്വാമിക്ക് പമ്പയൊരു പൂണൂലയൻ, ആത്മാവല്ലയോ കോവില്. പുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം, അറിയണം അടിയന്റെ സങ്കടം. ഇതിൽ നിന്നൊരു കാര്യം, സംഗീതത്തിന് ജാതിയില്ല, മതമില്ല. അതെ. ചേട്ടാ വളരെ മനോഹരമായി മനസ്സിൽ കണ്ട് ഉൾക്കൊണ്ട് പാടി പറയാം. ഒരുപാട് സന്തോഷം ചേട്ടാ, ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയാലും ഈ ഫ്ലോറിൽ കൊണ്ടുവരാൻ പറ്റിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനൊരു 8 മാസം കുറച്ച് സപ്തസ്വരങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഭയങ്കര നിങ്ങളുടെ ആരാണ് ഗുരു എന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ സൂപ്പറായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ പറയില്ലേ, ഒരു മ്യൂസിക് ഇതില്ലാതെ, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു സപ്പോർട്ട് ഇല്ലാതെ സാധ്യമായിട്ട് നിങ്ങൾ പാടിയിട്ടുണ്ട് മനസ്സ് കൊണ്ട്. അതെ, ശബ്ദ സൗന്ദര്യമല്ല, അതായത് അതിന്റെ സോൾ ഉണ്ടല്ലോ പാട്ടിന്റെ. ചേട്ടാ ഒരുപാട് സന്തോഷം. ചേട്ടൻ അന്ന് ആ സോഷ്യൽ മീഡിയ പഠിച്ചപ്പോ നന്നായി പഠിച്ചു, അതാണ്ടായത് മനസ്സില്. അത് കാരണം പിന്നെ ഇപ്പൊ കള്ളുകൂടിയിൽ പെട്ടെങ്കിലും ഞാൻ തിരുത്തി വരും ഉറപ്പായിട്ട്. ചേട്ടാ ഇവിടെ ചേട്ടാ സത്യം ചെയ്യണം, ചേട്ടൻ തിരിച്ചു വരും. അമൃത TV ചേട്ടനോടൊപ്പം ഉറപ്പായിട്ടും ഉണ്ടാവും. തിരിച്ചു വരും. അത് മാത്രല്ല, തിരിച്ചു വന്ന് ചേട്ടന് പാട്ട് പാടി ഒരുപാട് ഷോകളും ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോണം ചേട്ടൻ. അപ്പൊ 50 രൂപയിൽ 50,000 രൂപ സാലറി ആയിട്ട് കിട്ടും. ഒരു പാട്ടുകൂടെ 4 വരി. ഒരു പാട്ടുകൂടി 4 വരി പാടാം. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. ഒരു പിടിയവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി, ഗുരുവായൂർ കണ്ണനെ തേടി. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു. 1000 മണിയൊച്ചയെതിരേറ്റു എന്നെ അവിടുത്തെ കാരുണ്യമെതിരേറ്റു, അവിടുത്തെ കാരുണ്യം എതിരേറ്റു. ചേട്ടാ സൂപ്പർ. ചേട്ടാ നമ്മുടെ വീഡിയോ ഒക്കെ വൈറലായപ്പോഴേ വീട്ടില് എല്ലാരും എന്ത് പറഞ്ഞു, ഭാര്യയും മക്കളൊക്കെ? അത് നന്നാവാനുള്ളൊരു വഴിയാണ്. മദ്യപാനം നിർത്തി പാട്ടിലേക്ക് വരാനാ പറഞ്ഞത്. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് വന്നാ മതി, ബാക്കി നമ്മൾ അങ്ങ് പൊക്കോളും. നമ്മൾ ആദ്യം തീരുമാനം എടുക്കണം മനസ്സിൽ. അപ്പൊ പിന്നെ അങ്ങ് തീരുമാനം എടുത്തു. ചേട്ടൻ എന്നിട്ട് 50 രൂപ കിട്ടിയോ അന്ന് കിട്ടി. എന്നിട്ട് പോയി കൊണ്ടേ കള്ളുടിച്ചാ? കള്ളുടിച്ചു. ദൈവം തന്നൊരു ചാൻസ് ആണ് ചേട്ടാ. ഇതിനൊരു ഏജ് ഇല്ല. നമുക്ക് എപ്പോഴാണ് ഏത് രീതിയിലാണ് നമ്മുടെ മുമ്പിൽ നമുക്കൊരു ചാൻസ് കിട്ടുന്നത്, അതിനൊരു പ്രായമില്ല. പിന്നെ തീർച്ചയായിട്ടും അത് സത്യം പറയാണ്, അത് ചേട്ടന്റെ ഭാഗ്യമായിരുന്നു. ചേട്ടൻ അവിടെ കയറി പോകുന്നു, 50 രൂപയ്ക്ക് വേണ്ടി ഈ പാട്ട് പാടി ഇന്ന് വൈറലായി, ഇന്ന് ഒരു വേദി കിട്ടുന്നു. അമൃത TVന്റെ കോമഡി മാസ്റ്റേഴ്സിന്റെ നിങ്ങൾ പാടുന്നു. ഇനി വെച്ചടി കയറ്റം മാത്രം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടൻ മനസ്സ് വെച്ചാൽ ചേട്ടാ, ബാക്കി കൂടെ വരുമല്ലോ. മനസ്സ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്?
വീട്ടില് ഭാര്യയുണ്ട്, 2 മക്കള്. എന്താ ചെയ്യണേ കുട്ടികള്? മൂത്ത ആള് ഈ വയറിങ്ങിന്റെ പണി, പിന്നെ രണ്ടാമത്തെ എഡിറ്റിംഗ് ആണ്. പിന്നെ റീൽസ് ഒക്കെ സ്വന്തമായിട്ടും ചെയ്യാം. ചേട്ടൻ പാടുന്നു, മകൻ എഡിറ്റ് ചെയ്യുന്നു, ഇടുന്നു. പിന്നെ അത്രേ ഒരു ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ അങ്ങ് തുടങ്ങിയോ? ഇനി അങ്ങോട്ടേക്ക് പൊളിക്കും. ഇനി ദൈവം അനുഗ്രഹിക്കും അല്ലേ? 2026 പുതിയൊരു മനുഷ്യനായിട്ട് ചേട്ടൻ അങ്ങ് അടിച്ചു പൊളിക്കും. ഓക്കെ, ശരിക്കും സ്ഥലം എവിടെയാ? തൃശ്ശൂര്. തൃശ്ശൂര് കല്ലൂര് ആദൂരെന്ന് പറയും. കാരണം ബുക്കിംഗ് ആർക്കൊക്കെ ഇനി വന്ന് ബുക്ക് ചെയ്യണമെങ്കിലേ കറക്റ്റ് അറിയണമല്ലോ സ്ഥലമൊക്കെ എവിടെയാണ്. അല്ല, ഇന്ന് എല്ലാരും തൃശ്ശൂരാരാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടുകൂട്ടും എല്ലാരും മൊത്തത്തിൽ തൃശ്ശൂരാണെന്നല്ലോ അല്ലേ? എന്തായിരുന്നു ശരിക്കും ജോലി എന്നായിരുന്നു ചെയ്തോണ്ടിരുന്നേ? ജോലി ഓട്ട് കമ്പനിയില് മൂലോട് അടിക്കാൻ പോലായിരുന്നു പണി. മൂലോട് മനസ്സിലായി. ഓക്കെ, കളിമണ്ണിന്റെ പണി, കൈക്കോട്ടുകള് ഇപ്പോഴും ഉണ്ട്. അതൊക്കെയായിരുന്നു ചെയ്തത്. അപ്പൊ ജോലി സ്ഥലത്ത് ഇപ്പൊ ഒരു താരായല്ലേ? ഇപ്പൊ താരായി. അല്ല, അപ്പൊ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പാട്ട് പാടിക്കൊണ്ട് ചെയ്യായിരുന്നോ? എപ്പോഴും മനസ്സിൽ പാട്ട് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും പാട്ടുകള്. കള്ളുഷാപ്പിലും പാടുമായിരുന്നു. കള്ളുഷാപ്പിൽ നന്നായി പാടാറുണ്ട്. അത് എപ്പോഴെപ്പോഴും ചോദിച്ച് അങ്ങോട്ട് അതിലോട്ട് കയറില്ലേ? തിരിച്ചങ്ങോട്ട് ദയവ് ചെയ്ത് ആരും ഇനി 50 രൂപ കൊണ്ട് മാമനെ കാണാൻ പറയും. 50,000 രൂപയും കൊണ്ട് ഷോ ബുക്ക് ചെയ്യാൻ ചെല്ലാം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പം നമുക്കിവിടെ പറഞ്ഞ വാക്ക് ഉറപ്പായിരിക്കണേ. ഉറപ്പ്. ഓക്കെ, ഒരു 10 ദിവസം പോയിട്ട് അവിടെ ഒരു ലഹരിയുടെ ഇതുള്ള സ്ഥലം, അവിടെ പോയിട്ട് കിടക്കാൻ പോവാ. ബുക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ ഓൾറെഡി ബുക്ക് ചെയ്തു. അപ്പൊ അന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയതാണ് ചേട്ടന്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. ആ 50 രൂപയ്ക്ക് വേണ്ടി അവിടെ പാട്ട് പാടിയത് കൊണ്ട് ചേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലേ? വേറൊന്നുകൊണ്ട് അന്ന് ചേട്ടൻ പാടിയപ്പോ വീഡിയോ എടുത്ത ആളിനും കൂടെ ഒരു കൈ അയാൾ അന്ന് ആ വീഡിയോ എടുത്തില്ലെങ്കിൽ ചേട്ടനെ നമുക്കിന്ന് കിട്ടില്ല. എല്ലാവരും നിമിത്തവും നിയോഗവും യോഗമാണ്. സന്തോഷം. ഓക്കെ. അപ്പൊ ചേട്ടൻ ഇനി ബാക്ക് അടിക്കല്? ഇനി ബാക്ക് അടിക്കില്ല. ഇനി മുന്നോട്ട് തന്നെ നടക്കും. ഓക്കെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേട്ടാ. കാണാം. അങ്ങനെ ചാക്ക് ചന്ദ്രൻ ആദ്യമായിട്ട് ഈ വേദിക ഷൈൻ ചെയ്യുകയാണ്. മതി ഇനി ഇത് പറഞ്ഞ് നാളെ തൊട്ട് പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെല്ലല് വൈറലാവുന്നത്. എനിക്ക് പാട്ടുണ്ട്, എന്റെ പാട്ടുണ്ട്. നിന്റെ പാട്ട് വീട്ടിൽ പോയി പാടിയത്. നല്ല നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ ചന്ദ്രൻ വേണം, അല്ലാതെ എന്റെ ഒരു പെർഫോമൻസ് പറ്റൂല.